വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പാണ് വെക്കാൻ പോകുന്നത്. പരിപ്പ് കഴുകിയിട്ട് ഒന്ന് കുക്കറിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഈ ഒരു സൈഡ് നേരത്തെ നനച്ചായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നനച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ഇന്നിപ്പോൾ കറിക്ക് ഞാൻ ഈ പൊന്നാങ്കണ്ണി ചീരയാണ് എടുക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാര്യമായിട്ട് അധികം ആവശ്യമില്ലല്ലോ, പരിപ്പിട്ടിട്ടാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഈ പൊന്നാങ്കണ്ണി ചീര ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടുള്ളൂ. ആ ഒരു പിടി മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പുറത്തെ സൈഡ് ഞാൻ നനച്ചായിരുന്നു രാവിലെ. ഇപ്പുറത്ത് നനച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വളം ഇട്ട് കൊടുക്കാനുള്ളതാണ്. വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഞ്ഞിവെള്ളവും സ്ലറിയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ചേർക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്താണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുമായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഞാൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ചെടി നനച്ചിട്ട് കുക്കറിൽ പരിപ്പിടാണ് ചെയ്തത്. അപ്പോൾ ഈ ചായയും കൂടി ഒപ്പം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് നടക്കുമല്ലോ. അപ്പം ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് വെച്ചിട്ട് ജോലിയും ചായ കുടിയും ഒക്കെ ഒപ്പമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് കോഫി തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര ഒന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ആയുധം കൊണ്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ബീൻസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് കുറച്ച് കട്ടിയുള്ള തണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുറിയാൻ കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ 2 പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് പരിപ്പ് കറിയും ഒന്ന് പരിപ്പും ഈ ഒരു പൊന്നാങ്കണ്ണി ചീരയും കൂടി ചേർത്തിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ അറ്റത്തൊരു പാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ പാനിലും സെയിം അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടിലും ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. അപ്പുറത്ത് വെച്ചിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയ്ക്ക് സവാളയാണ് ചേർക്കുന്നത്, ഇപ്പുറത്ത് ഉള്ളിയാണ് ചതച്ച് ചേർക്കുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചീര ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതിൻ്റെ ഒരു ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ ഇപ്പുറത്ത് അപ്പവും റെഡിയാവുന്നുണ്ട്. അപ്പം പെട്ടെന്നാവില്ല, പതുക്കെയാണ് നല്ലോണം മൊരിച്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് അത്യാവശ്യം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. കുറച്ചധികം ചതച്ച മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പരിപ്പ് കറിക്കൊക്കെ ചതച്ച മുളക് പൊടി കുറച്ചധികം ചേർത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്കും ആവശ്യത്തിനുള്ള വേപ്പില ചേർത്തതിന് ശേഷം പരിപ്പും കൂടി ഇട്ട് ഒന്ന് കറിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് നമുക്ക് ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പരിപ്പ് കറി ഇങ്ങനെ ഈ ഒരു കുറുകിയ ഒരു സ്റ്റേജിൽ തന്നെയാണ് എടുക്കുന്നത്. അധികം ചാറോട് കൂടിയൊന്നും അല്ല. അപ്പോൾ ഏകദേശം നമ്മളുടെ ചീര ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീര തന്നെയാണ്. എന്നാലും അഹിലിന് ചായ മനസ്സയാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു അപ്പം കണ്ടോ നല്ല മൊരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം ഒന്ന് ആ ഒരു ടൈമിൽ നമുക്ക് പാത്രങ്ങൾ വേഗം കഴുകി എടുക്കാമല്ലോ. ഇപ്പുറത്ത് ഞാൻ ചോറിനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആ ജോലികളൊക്കെ അങ്ങോട്ട് തീർത്ത് വെക്കാം കേട്ടോ. കാരണം ആലിമിനെ അംഗനവാടിയിലാക്കി കഴിഞ്ഞാൽ എന്തായാലും 10:30 എത്തുമ്പോൾ. അത് മാത്രമല്ല 10:30 ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങിന് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ വേഗം അങ്ങോട്ട് തീർക്കുന്നത്. ആലിം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആലിമിന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു കരച്ചിലുള്ളതാണ് കേട്ടോ. എന്നെ അന്വേഷിച്ച് നടക്കുന്നതാണ് ആ കാണുന്നത്. അവനാകെ കൺഫ്യൂഷനാണ് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആദ്യമൊക്കെ അടുക്കളയിൽ തന്നെ വരുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ ചെടി നനക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറിൻ്റെ
അങ്ങോട്ടും നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് കൺഫ്യൂഷനാണ് ഞാൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോയി കിടക്കണം. അത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. പിന്നെ ആൾ ഹാപ്പി, ആളുടെ ഇതിലോട്ട് അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരം ഒരു കാഴ്ചയാണ് ഇവിടുത്തെ. അപ്പോൾ ആലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അതൊക്കെ വാങ്ങി വന്നതിന് ശേഷം കറക്റ്റ് സമയമായിരുന്നു 10:30 കുട്ടികളെത്തി. എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വെക്കേഷൻ ടൈം ആയതാണ്, ഒക്കെ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ട്യൂഷൻ എടുത്തതിന് ശേഷം ഒരു 12 മണിയാകുമ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഒരു കറിയും കൂടി ഉണ്ടാക്കണമല്ലോ നമ്മൾ. ഒരു കറിയല്ലോ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഞാനപ്പോൾ പഴമാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, പഴമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ആക്ട്രസ് ഊർമിള ഉണ്ണി പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കലത്തിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അരപ്പായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങയും അതിലേക്ക് കുറച്ച് തൈരും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരഞ്ഞ് വന്നം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ നെയ്യ് തന്നെയാണ് കേട്ടോ താളിച്ചൊഴിക്കുന്നത്. നെയ്യിൽ കടുകും ഉലുവയും പിന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഞാൻ വേപ്പിലിടാൻ മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഫുഡ് എടുത്തപ്പോൾ ആഹിൽ പിന്നെയും ചോദിക്കുകയായിരുന്നു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, അവരൊന്നിച്ച് പള്ളിയിലേക്ക് പോയി. അപ്പോൾ ആലിമിനെ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു പള്ളിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളത് ആ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. ഈ ഒരു ചൂട് ചോറിൽ ഈ പഴമാങ്ങക്കറിയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നെയ്യിലുണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ആഹിലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹിൽ നാരങ്ങവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏതോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അതേപോലെ സൈഡിലൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. ഇതിപ്പോൾ രാത്രിയത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് പഴമാങ്ങക്കറി ബാക്കി ഉണ്ടായിരുന്നു, നാളത്തേക്ക് എടുക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം, ആലിമിന് കഴിക്കാൻ പറ്റിയില്ലല്ലോ. ആലിമ അംഗനവാടിയിലായതുകൊണ്ട് അവിടെ നിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആഹിലിനോട് പറഞ്ഞു ഇന്ന് രാത്രി ചോറ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് ഇപ്പോൾ വെച്ചതാണ് കേട്ടോ. ചോറ് വെച്ചു. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇന്ന് ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിലും ചോറ് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ആലിമിന് എടുക്കുകയാണ് കേട്ടോ. ആലിമിന് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നല്ല മധുരമാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കഴിച്ചൊന്നുമില്ല. ആഹിലാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിൽ പിന്നെയും ചോദിക്കുമായിരുന്നു നാളെയും ഈ കറി തന്നെ വെക്കുമോ എന്നുള്ളത്, പ്രത്യേകിച്ച് മധുരം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് കുഴച്ചെടുക്കണമല്ലോ. ഏകദേശം ഒരു 10-20 പ്രാവശ്യമെങ്കിലും നമ്മൾ കുഴക്കണം, എന്നാലാണ് നന്നായിട്ട് പൊങ്ങി വരിക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക് അരക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഏകദേശം എല്ലാ ജോലികളും എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാം കേട്ടോ. ഇതാണ് ലാസ്റ്റത്തെ ജോലി. പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.